ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഇന്നൊരു വള്ളംകളി മത്സരം കാണാൻ പോവുകയാണ്. പക്ഷെ വള്ളംകളി മത്സരം നടക്കുന്നത് കളിവള്ളങ്ങൾ മാറ്റിവെക്കുന്ന ആലപ്പുഴയിലെ പുന്നമടക്കായലിലല്ല, പകരം വാശിയേറിയ വള്ളങ്ങൾ മത്സരിക്കുന്ന അയർലൻഡിലെ കൗണ്ടി കാർലോയിലെ ബാരോ റിവറിൽ വെച്ചിട്ടാണ് ഈ വള്ളംകളി മത്സരം നടക്കുന്നത്. നമ്മൾ നാട്ടിലാണെങ്കിൽ ആലപ്പുഴ പുന്നമടക്കായലിൽ ഇഷ്ടംപോലെ വള്ളംകളിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ നാട്ടിൽ വെച്ച് അതൊന്നും കാണാനായിട്ടുള്ള അവസരം കിട്ടിയിട്ടില്ല. ഇന്ന് വളരെ വാശിയേറിയ മത്സരം കാണാനായിട്ട്, വള്ളംകളി മത്സരം കാണാനായിട്ട് കൗണ്ടി കാർലോ എന്ന് പറയുന്നത് അയർലൻഡിലെ ഒരു കൗണ്ടിയായ കൗണ്ടി കാർലോയിലോട്ടാണ് നമ്മൾ വള്ളംകളി മത്സരം കാണാനായിട്ട് പോകുന്നത്. അയർലൻഡിലെ കേരള ഹൗസ് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ വള്ളംകളി മത്സരം 18ൽ പരം ടീമുകളാണ് ഇന്ന് വള്ളംകളി മത്സരത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്. അവർ വളരെയധികം നാളുകളുടെ പ്രാക്ടീസിന് ശേഷമാണ് ഈ വള്ളംകളി മത്സരത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വെതർ വന്നിട്ട് ഇവിടെ മോശം വെതറാണ്. ഇന്ന് ഭയങ്കര മഴയും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷെ എന്നാലും അവരുടെ കുറേ നാളത്തെ പരിശ്രമം അതിനകത്തൊരു ഭാഗമാകേണ്ടത് നമ്മളെല്ലാം ഒരു എൻകറേജ്മെന്റ് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ നാട്ടിലും കാണാനുള്ള നമുക്ക് അവസരങ്ങൾ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഈ വള്ളങ്ങൾ നല്ലോണം മത്സരിക്കുന്ന ഈ മത്സരം കാണാനായിട്ട് നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ അവരും ആഗ്രഹിക്കുന്നു കാണാനായിട്ട്. വള്ളംകളി കണ്ടിട്ടുണ്ടോ നാട്ടിൽ? കണ്ടിട്ടില്ല. വള്ളംകളി നാട്ടില് കാണാനായിട്ട് അവസരം കിട്ടിയിട്ടില്ല. ഇപ്പൊ അവർക്ക് ഭാഗ്യം കിട്ടിയത് അയർലൻഡിലെ വള്ളങ്ങള് മത്സരിക്കുന്നത് കാണാനായിട്ടാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന കൗണ്ടിയിൽ നിന്ന് അടുത്ത കൗണ്ടി കാർലോയിലോട്ട് ഏകദേശം ഒരു 32 കിലോമീറ്ററോളം ഉണ്ട്. ഏകദേശം ഒരു 40 മിനിറ്റ്സ് എടുക്കും. ഇവിടുത്തെ ടൈം 10:40ക്കാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നാട്ടിലെ വള്ളംകളികളെ അപേക്ഷിച്ച് ഇവിടെ അയർലൻഡിലെ വള്ളംകളി നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇവിടുത്തെ വെതർ കണ്ടീഷൻസ് തന്നെയാണ്. ഇവിടുത്തെ വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്പ്രിംഗ് ആണ് നമുക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഏപ്രിൽ ലാസ്റ്റ് ആയിട്ടും നമുക്ക് വെതർ നല്ല സണ്ണി ആയി, നല്ല വെയിലൊന്നും അങ്ങനെ ആയി തുടങ്ങിയിട്ടില്ല. നമുക്ക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇന്നത്തെ ടെമ്പറേച്ചർ മാക്സിമം ടെമ്പറേച്ചർ 12 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് 8 to 12 ഡിഗ്രി സെൽഷ്യസ്. അതിൻ്റെ കൂടെ മഴയും കൂടെ പെയ്യുമ്പോൾ നമുക്കറിയാം നല്ല തണുപ്പായിരിക്കും. അതിനകത്ത് അങ്ങനെ ഇരിക്കുന്ന ആ ടൈമിൽ വേണം അവർക്ക് വള്ളംകളി നടത്താനായിട്ട്, അല്ലെങ്കിൽ വള്ളങ്ങൾ ഓടിക്കാനായിട്ട്. അപ്പോൾ കണ്ടു നിൽക്കുന്ന കാണികൾക്കും ഈ ഒരു ടെമ്പറേച്ചറിൽ നിന്ന്, നമ്മുടെ നാട്ടിലൊക്കെ ഫ്രിഡ്ജിനകത്ത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 8 ഡിഗ്രി 9 ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ ഫ്രിഡ്ജിലെ ടെമ്പറേച്ചറാണ്. ആ ഒരു ടെമ്പറേച്ചറിൽ ഇത്രയും ചലഞ്ചിങ് ആയിട്ട് ഒരു വള്ളംകളി നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അവരെ ശരിക്കും സമ്മതിക്കണം. അപ്പോൾ അത് കാണാൻ പോകേണ്ട കാണികൾ, നമ്മൾ ഇപ്പോൾ മഴയാണെന്ന് കരുതി നമ്മൾ കുറേ പേരെങ്കിലും മാറി നിന്ന് കഴിഞ്ഞാൽ ഇത്രയും അവരുടെ പരിശ്രമങ്ങൾ നമ്മൾ കാണാൻ പോകേണ്ടത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മഴയാണെങ്കിലും നമ്മൾ ഈ വെതർ കണ്ടീഷന് പറ്റിയ ഡ്രസ്സും ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരിക്കലും ഈ വെതർ മാറ്റാനായിട്ട് പറ്റില്ല. കാരണം ഇവിടുത്തെ വെതർ അൺപ്രഡിക്റ്റബിൾ ആണ്. എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. എപ്പോഴും ചിലപ്പോൾ റെയിൻ ആയിരിക്കും, ചിലപ്പോൾ തണുപ്പായിരിക്കും. അപ്പോൾ അങ്ങനെ തണുപ്പുള്ള ഒരു കൺട്രിയിൽ നമുക്ക് അങ്ങനെ തണുപ്പാണ് എന്ന് പറഞ്ഞ് മാറ്റി വെക്കാൻ പറ്റത്തില്ല. നമുക്ക് വെതർ കണ്ടീഷന് പറ്റുന്ന ഡ്രസ്സുകൾ ഇട്ടിട്ട് നമ്മൾ കാര്യങ്ങൾ നടത്തുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ കുറച്ചൊക്കെ ഒന്ന് മഴയൊക്കെ കുറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇന്നവിടെ ഫാമിലി ഫണ്ട്, ചെണ്ടമേളം, അങ്ങനെ ഒത്തിരി പരിപാടികളുണ്ട്. എന്തായാലും കാണാൻ പോകുന്ന പൂരം നമ്മൾ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. കാണാൻ പോകുന്ന വള്ളംകളി കാണാനായിട്ട്, അയർലൻഡിലെ വള്ളംകളി കാണാനായിട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും ഇതിനകത്തേക്ക് സ്വാഗതം ചെയ്യുന്നു, ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും കാണാം. വീഡിയോയിലൂടെ എല്ലാവരും വള്ളംകളി കാണുക. കാർലോയിലെ ബാരോ റിവറിൽ ആ ബോട്ടിംഗ് റേസ് നടക്കുന്നതിന് തൊട്ടടുത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഓരോ ടീമുകളും ഓരോ കളറൊക്കെ ഇട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ വള്ളംകളി മത്സരം ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഓരോ ടീം വെച്ചാൽ ഓരോ കളർ ഇട്ടേക്കണേ. അവിടെ ഇരുന്നാലേ കാണാൻ പറ്റത്തുള്ളൂ. ദേ എത്ര പേര് ആദ്യം പോകുന്നറിയോ? എത്ര പേര് ആദ്യം പോകുന്നേ? ഇവര് 3 പേരും ഇവരാദ്യം പോകുമായിരിക്കും. പക്ഷെ ശരിക്കും സ്റ്റാർട്ടിങ് അവിടുന്ന്, സ്റ്റാർട്ടിങ് അവിടുന്ന് ഈ പാലം വരെ ഉള്ളൂ.
ഓ ഇത് ഇവിടുന്ന് ഒരു ഇത് ചെയ്യുന്നുള്ളൂ. ഒരു തുഴഞ്ഞ് മുകളിലേക്ക് കയറിയിട്ട് അവിടുന്ന് പാലം വരെയാണ്. പാലമാണ് ഫിനിഷിംഗ് പോയിന്റ്. അവിടെ പോയി റൗണ്ട് ചെയ്യോ? ഇല്ല, ഇവിടെ നേരെ മുകളിലേക്ക് കയറി പോകും. അവിടെ അവിടെ നേരെ ഇവിടേക്ക് ഇവിടം വരാൻ പറ്റും. അങ്ങനെയാണ്. ഏത് ടീമാണ് വലുതാ? ഓക്കെ, നമുക്ക് ഫിനിഷിംഗ് പോയിന്റിന്റെ അവിടോട്ട് പോവാം. ജൂൺ മാസം 17-ാം തീയതി നടക്കുന്ന അയർലൻഡിലെ കേരള കാർണിവലിലേക്കും നിങ്ങൾ ഏവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. മലയാളി മഹാസംഗമം 12ാമത് കേരള ഹൗസ് കാർണിവൽ ജൂൺ 17 അരങ്ങേറുമ്പോൾ അയർലൻഡിലെ മുഴുവൻ മലയാളികളെയും ഇവിടെ എത്തിച്ചേർന്നുള്ള നിങ്ങൾ ഏവരെയും ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു. എത്ര പേര് ഒരു പ്രാവശ്യം വരുന്നത്? 3 ബോട്ടാണോ ഓരോ പ്രാവശ്യം? എത്ര പേര്? 18 ബോട്ടോ? 18 ടീം അല്ലേ? ഈ റൗണ്ടിൽ 4 ബോട്ട് അല്ല, 1 ലൈഫ് ബോട്ട് എല്ലാം ഒരുപോലത്തെ ബോട്ടാ? ഒരു ബോട്ടിൽ എത്ര പേര്? 14 പേര് തുഴക്കാരും ഒരു ഡ്രമ്മും. 15. അടുത്ത് ഇനി പോകുന്ന അതിനകത്താണോ? അടുത്ത് പോകും 12 മണിക്ക്. ഓക്കെ ഓക്കെ. Boats making their way to the starting point now for a very exciting race 4. Race number 4. Ready for race 4. It appears for race 5 we have a last minute entry. ബോട്ട് നല്ല കാറ്റ്. All boats lined up ready to go. I can see them in the team in a ferry to push ahead. അമ്മ ഫിനിഷിംഗ് പോയിട്ട് നന്നായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. പക്ഷെ നിങ്ങളുടെ ഏവരുടെയും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ വന്ന് കുറേ നേരം ഭയങ്കര മഴയായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ വന്നിട്ട് കുറേ നേരം വെയിലൊക്കെ കിട്ടി. ആദ്യത്തെ 3-4 റേസൊക്കെ കഴിയണവരെ നമ്മൾ നോക്കിയൊക്കെ നിന്നു. എന്തായാലും ഇത്രയും നേരം മഴയില്ലാതെ നിന്നല്ലോ. ഇപ്പോൾ ഇതാ ചെറുതായിട്ട് മഴയൊക്കെ ചാടി തുടങ്ങി. പക്ഷേ ഇതിൻ്റെ റിവറിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ഇങ്ങനെ കാറ്റ് വീശുമ്പോഴേ നല്ല തണുത്ത കാറ്റ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ 9 ഡിഗ്രി ഒക്കെ ഉള്ളൂ. കൈയൊക്കെ മരവിച്ച് തുടങ്ങി. പക്ഷേ എന്നാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ട് നിൽക്കുകയാണെങ്കിലേ ഒരു രസമല്ലേ. നമ്മുടെ നാട്ടിലെ വള്ളംകളിയായിട്ടൊന്നും നമുക്കിത് താരതമ്യം ചെയ്യാൻ പറ്റില്ല. എന്നാലും ഒരു മലയാളി കൂട്ടായ്മ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഇതുപോലെ പുറം രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ ഇതുപോലെയുള്ള കൂട്ടായ്മകളാണല്ലോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആളുകളെ കാണാനും ഒരു രസമുള്ളൂ. എന്നും ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു രസം അല്ലേ? അതെ, നമ്മുടെ നാട്ടിലെ വള്ളംകളിയൊന്നും ആയിട്ടൊന്നും അയർലൻഡിൽ ആദ്യമൊക്കെ കുറച്ച് മലയാളികൾ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇഷ്ടംപോലെ മലയാളികളൊക്കെ ആയി തുടങ്ങി. ഇപ്പോൾ അയർലൻഡിൽ നാനാ ഭാഗത്തു നിന്നുള്ള പല മലയാളി ക്ലബ്ബുകളിൽ നിന്നുള്ളവരാണ് ഇപ്പോൾ ഈ വള്ളംകളിക്കായിട്ട് വന്നേക്കുന്നത്. ഒരു അനൗൺസ്മെന്റ് കേൾക്കുമ്പോൾ അതെ, ശരിക്കും ഒരു മലയാളി ഫീൽ അല്ലേ? അതെ, ഒരു മലയാളി ഫീൽ, കേരള പ്രതീതി. അതാണ് ഈ ഇവിടുത്തെ ബോട്ടിങ്ങിൻ്റെ ഒരു
നമ്മുടെ വലിയൊരു കോമ്പറ്റീഷൻ എന്നുള്ളതല്ല, നമ്മള് കാണാൻ വന്ന് അതിനകത്ത് പങ്കുചേർന്ന് ഒരു മലയാളിത്തെ ഒരു ഫീൽ ചെയ്യുന്ന നമ്മുടെ നാടിന്റെ ഒരു ഫീലൊക്കെ കിട്ടുക എന്ന് പറയുന്നത് തന്നെയാണ് അതിനകത്തൊരു രസം എന്ന് പറയുന്നത്. കുട്ടനാടൻ പ്രതീതി ഇവിടെ ഉണ്ടാക്കുന്നു, ആളുകളുടെ ഒരു കൂട്ടായ്മ. അതാണ്. ബ്രോ സമയത്തും കാലത്തൊക്കെ വരണം, 3-4 റേസ് കഴിഞ്ഞു പോയല്ല. ഇപ്പൊ എന്റെ കാണാൻ വന്നത് ഹായ് പറയൂ. ഹലോ ബോട്ട് റേസ് കാണാൻ വന്നതാണോ? വള്ളംകളി കാണണ്ട ഈ മഴയത്ത്? കൊച്ചു അടോ മഴയായി പോയോ? നല്ലൊരു മഴയായി പോയിട്ടോ. നല്ലൊരു മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇവിടെ കുറച്ച് ടെൻറ്റുകളൊക്കെ ഉണ്ട്. ടെൻറ്റുകളിൽ അത്യാവശ്യം കുഞ്ഞു പിള്ളേരെയൊക്കെ കൊണ്ടുവന്നവർ കയറി നിന്നു. നമുക്കിവിടെ എന്താണെന്നറിയാമോ, കുടയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കുടയല്ലാതെ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ഈ കൊച്ചു കടകളൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടയുടെ കമ്പി എല്ലാം ഒടിഞ്ഞു പോകും. കാരണം കാറ്റുണ്ടെങ്കിൽ കാറ്റ് പിടിക്കും കുട. കുട കൊള്ളാം കേട്ടോ, ഇങ്ങനത്തെ കുട. ഈ കുടയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇതുപോലത്തെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കുട അല്ലെങ്കിൽ നമുക്ക് ഒരു പരിപാടി നടക്കത്തില്ല. ഇവിടെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ നല്ല മരവിച്ചിരിക്കുകയാണ്. 9 ഡിഗ്രിയിൽ മഴയും കൂടെ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ കൈ മരവിച്ചു പോയി. കൈക്ക് സെൻസേഷൻ തന്നെ പോയിരിക്കുകയാണ്. ബോട്ട് റേസ് ഒക്കെ ഉണ്ട്, കൊള്ളാം അല്ലേ? തണുത്ത് മരവിച്ച് കൈ അനക്കാൻ വയ്യാത്തോട്ട് പോക്കറ്റിനകത്ത് ഇടേണ്ട അവസ്ഥയായി. ചേച്ചി കൈമരവിപ്പോ മാറിയാ? നമ്മള് നേരത്തെ മഴ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കൈയൊക്കെ അത് മരവിച്ചിരിക്കരുത്. ആ വെയിൽ വന്നപ്പോഴത്തേക്ക് പുറത്തിറങ്ങി. എന്തിനാണെന്നറിയാം? മരവിപ്പ് മാറ്റാനായിട്ട്. അപ്പോൾ സെൻസേഷൻ കുറച്ചേച്ച് വന്നു തുടങ്ങണം. ഇതാണ് ഇവിടുത്തെ വെതർ. ഇപ്പോൾ ഇതാണ്ടോ വെതർ പെട്ടെന്ന് ചേഞ്ച് ആയി. ഇത്രയും വെയിലായതുകൊണ്ടോ നമുക്ക് ഇടയ്ക്കുള്ള കുറച്ച് ബോട്ട് റേസ് ഒന്നും പിടിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും മഴയത്ത് എങ്ങനെ പിടിക്കുന്നത്? മഴ മാത്രമല്ല, കൈയുടെ സെൻസേഷൻ ഒന്നും ഇല്ലായിരുന്നു. മഴ പെയ്ത് തണുത്ത് വിറച്ച് മരവിച്ച് നമ്മൾ വന്ന് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ടൊരു നമുക്ക് നല്ല അടിപൊളി ചൂട് ചിക്കൻ ബിരിയാണി, ഹോളി ഗ്രേലുകാരുടെ നല്ല അടിപൊളി ചൂട് ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. ചിക്കൻ ബിരിയാണി മാത്രമല്ല, അവിടെ പൊറോട്ടയുണ്ട്, കപ്പ ബിരിയാണിയുണ്ട്, ഫലൂഡയുണ്ട്, പായസമുണ്ട്. അങ്ങനെ പല പല വിഭവങ്ങളുമായിട്ട് റെസ്റ്റോറൻറ്റുകാർ ഒരു സ്റ്റാൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അയർലൻഡിൽ വൺ ഓഫ് ദി ബെസ്റ്റ് റെസ്റ്റോറൻറ്റുകളിൽ ഒന്ന് തന്നെയാണ് ഹോളി ഗ്രേല്. അവരുടെ ഫുഡ് നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. എന്തായാലും നമുക്ക് ഇത്രയും തണുത്ത് മരവിച്ച് നടത്ത് നല്ല അടിപൊളി ചൂട് ചിക്കൻ ബിരിയാണി, അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി, ഇന്ത്യൻ ചിക്കൻ ബിരിയാണി കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തൊരു ആശ്വാസകരമാണ്. നമ്മൾ കുറേ ദൂരം നടന്നിങ്ങനെ കുറേ നേരം ആയി കഴിയുമ്പോഴത്തേക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അത് മാത്രമല്ല നല്ല ചൂടായിരുന്നുകൊണ്ടേ കൈയൊക്കെ ഫ്രീസ് ആയിരുന്നുകൊണ്ട് നല്ല ചൂട് ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് ബോഡിയൊക്കെ ഒന്ന് ഹീറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് വീണ്ടും വള്ളംകളി കുറച്ചൊന്ന് വെയിൽ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വീണ്ടും അടുത്ത ബോട്ടുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കാണാം. ബോട്ട് റേസ് വീണ്ടും കാണാനായിട്ട് പോവാം. ആ കുട്ടനാടൻ പുഞ്ചയിലെ ആർക്കും ഒരു ഓളയില്ല. നാട്ടിൽ നിന്ന് വന്ന് ഞങ്ങള് നാട്ടിൽ നിന്ന് നിങ്ങളെയൊക്കെ ഇവിടെ ഇറക്കിയത് ഓളം വരുത്താൻ വേണ്ടിട്ടാ. എന്നിട്ട് തണുപ്പ് കാരണം പാടാൻ പറ്റില്ല. എന്നാലും പാടിക്കോ. കുട്ടനാടൻ പുഞ്ചയിലെ ചുവണ്ണേ കുയിലാളെ
ുട്ടു വേണം കുഴൽ വേണം വേണം ഓ ദിത്തിത്താരാദിത്തിത്തോ ഓ ദിത്തിത്താരാദിത്തിത്തോ. ഏത് ടീമാ വാട്ടർഫോർഡ് മലയാളി അസോസിയേഷൻ? നമ്മുടെ അയർലൻഡിലെ എല്ലാ ടീമും എല്ലാ കൗണ്ടിന്നും ഉണ്ടോ? കൗണ്ടികളല്ല, ചിലത് ക്ലബായിട്ടുണ്ട്, ചിലത് കൗണ്ടി അസോസിയേഷൻ്റെ ഉണ്ട്. ഓക്കെ ഓക്കെ. സംരംഭമായതുകൊണ്ട് എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. ഈ ബാരോ റിവറിൽ തന്നെയാണോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തത്? അതെ, ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തില്ല, പല ക്ലബ്ബുകളും വന്ന് പ്രാക്ടീസ് ചെയ്തായിരുന്നു. ഓക്കെ 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 പ്രാക്ടീസ് ചെയ്തില്ല, പാർട്ടിസിപ്പേഷൻ എന്നുള്ള രീതിയിൽ. ഓക്കെ ഓക്കെ ഓക്കെ. വാട്ടർഫോർഡ് വാട്ടർഫോർഡ്. Race 11, can we please go? ഹോയ് ഹോയ് ഓ ഹോയ് 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 ഓ ഹോയ് 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 ഹോയ്. മാശേരി മത്സരം ഇവിടെ തുടങ്ങിയാണ് കാണികളെ. നമ്മളിപ്പോ കാണുന്നതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടുന്ന് 3 ബോട്ടുകളാണ് ഒരേ സമയം ഇവിടുന്ന് മത്സരത്തിനായിട്ട് പോകുന്നത്. 3 ബോട്ടുകളായിട്ടാണ്. അപ്പൊ ആവാശേറിയ മത്സരം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓ ഹോയ് ഓ ഹോയ് 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 ഓ ഹോയ് 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 ഓ ഹോയ് ഓ ഹോയ് ഓ ഹോയ് ഓ ഹോയ് ഓ ഹോയ് ഓ ഇറോ ആർപോ ഇറോ ഓ ഹോയ് ഓ ഹോയ് ഓ ഹോയ് ഓ ഹോയ് ഓ ഹോയ് 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 ഓ ഹോയ് ഓ ഹോയ് ഓ ഹോയ് ഓ ഹോയ് ഓ ഹോയ് ഓ ഹോയ് ഹോയ്. 1 2 1 2 3 1 2 1 2 1 2 കാണാപ്പാടം പഠിച്ചു വെച്ചു. 1 2 1 2 1 2 3 1 2 1 2 1 2 3. നമ്മുടെ ഫൈനലാ. തണുപ്പത്ത് നമ്മൾ ചായ മേടിക്കാൻ വന്നതാണ്. ഒന്ന് ബോഡി ചൂടാകാൻ വേണ്ടി. കാരണം ഇനിയും 4 ടീമും കൂടെ മത്സരിക്കാനുണ്ട്. എന്തായാലും പണിപ്പെട്ട് ഇറങ്ങി. മഴയായാലും എന്താണേലും വേണ്ടില്ല. മത്സരം തീർന്ന് ഗോൾഡ് കപ്പ് മേടിച്ചോണ്ട് നമ്മൾ പോകത്തുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ പഴംപൊരി തിന്നാൻ വന്നതാണ്. ചായ കിട്ടിയില്ല. ചായ അല്പം ചൂടാകാൻ, കട്ടൻ ചായ ആണുള്ളത്. ചായ ചൂടാറിപ്പോൾ അതുകൊണ്ട് നമ്മൾ മേടിച്ചില്ല. അപ്പോൾ അതിന് പഴംപൊരി കിട്ടി. പതിനെട്ടാമത്തെ ടീമാണത്. 18ാമത്തെ ടീം. ഫൈനലായില്ല. 18 ടീം ഉണ്ടല്ലോ. 18 ടീം വരെ ഇറങ്ങി. ഇനി ഫൈനൽ എടുക്കുക.
ഓ നമ്പർ 3 ഒരു പോയി. പോരട്ടെ സമയമുണ്ട് പോരട്ടെ. രാവിലെ 10:40 സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ വള്ളംകളി മത്സരത്തിന്റെ ഫൈനൽ റൗണ്ട് എത്തിയിരിക്കുകയാണ്. 5 o'clock ആയപ്പോഴത്തേക്കും 3 ടീമുകളാണ് ഫൈനൽ ടീമിൽ വന്നിരിക്കുന്നത്. പുന്നമട ടീം, അലിയൻസ് ദ്രോഹിഡ, കിൽക്കിനി, ഈ 3 ടീമുകളാണ് വന്നിരിക്കുന്നത്. ഈ 3 ടീമുകളും മത്സരിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇന്നത്തെ ഈ ഫൈനൽ റൗണ്ടും കൂടെ തീർന്നു കഴിയുമ്പോഴത്തേക്കും ഇന്നത്തെ വള്ളംകളി ഇവിടെ അവസാനിക്കും. എന്താണെങ്കിലും 5 മണി വരെ നമ്മളിവിടെ പിടിച്ചു നിന്നിരിക്കുകയാണ്. ഇന്ന് തണുപ്പും മഴയും ഇടയ്ക്ക് ക്ലൈമറ്റുകൾ മാറി വന്നിട്ടും നമ്മളെല്ലാവരും ഇവിടെ പിടിച്ചു നിന്നിരിക്കുകയാണ് ഈ വള്ളംകളി മത്സരം തീരുന്നവരെ. അപ്പോൾ ലാസ്റ്റ് ഫൈനൽ റൗണ്ട് നമുക്ക് കാണാം. വളർന്നാ ഇല്ല, വള്ളംകളി കാണാൻ വേണ്ടി തന്നെ നിൽക്കുകയാണ്. 5 മണി വരെയും പിടിച്ചു നമ്മ. എന്തായാലും വന്ന് തീർന്നിട്ട് കണ്ടിട്ടേ പോവുള്ളൂ അമ്മ. അടുത്ത പ്രാവശ്യം വന്ന അച്ഛനെ ഇറക്കുന്നതായിരിക്കും ഞങ്ങള്. അടുത്ത പ്രാവശ്യം നമ്മൾ ടീമിൽ ഇറക്കും, അച്ഛനെ ഇറക്കും. തൊഴിയും വിളിച്ചേട്ടാ. അടുത്ത പ്രാവശ്യം കിൽഡറിന്റെ ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ട് അച്ഛൻ വരാന്ന് പറയുന്നു. തൊഴയാനായിട്ടിരിക്കാന്ന്. പിന്നെ എന്നാ വേണം? ഇവിടെ ഇഷ്ടം പോലെ പേര്, അങ്കമാലിയിൽ നിന്ന് ഒരാൾ വരും, ട്രിവാൻഡ്രത്ത് നിന്ന് ഒരാൾ വരും. എല്ലായിടത്തുനിന്നും എല്ലാ അച്ഛന്മാരെ ഇറക്കാം നമുക്ക്. അച്ഛന് നീന്തറിയാല്ലേ? അങ്ങനെ കിൽക്കിനി ടീം, അലിയൻസ് ദ്രോഹിഡ, പുന്നമട, ആ 3 ബോട്ടുകളും സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോൻ 3 പറക്കുന്നുണ്ടോ? ആ 3 സ്വാണ് അവരവിടെ പറത്തി വിട്ടതാ. 3 സ്വാണ് സ്റ്റാർട്ടിംഗ് ലൈനപ്പ്. All teams ready now. Ready, steady, set, go, go, go. Kilkenny, Punnamada, all the teams, come on. Number 3 ആണ് കേറി പോരണേ.
ഉന്മേഷത്തോടു കൂടി രാവിലെ 18 ടീമുകൾ അണിനിരുന്ന വള്ളംകളി മത്സരം ഇവിടെ വൈകുന്നേരം 5 മണിക്ക് അവസാനിക്കുമ്പോൾ കണ്ടുനിന്ന കാണികളെയെല്ലാം അമ്പരിപ്പിക്കും വിധം ലാസ്റ്റ് മിനിറ്റിൽ അതിശക്തമായ മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുകയാണ് പുന്നമട ബോട്ട് ക്ലബ് ടീം. അതെ, ഫസ്റ്റ് ട്രോഫി കൊണ്ടുവരിക്കുന്ന പുന്നമട ബോട്ട് ക്ലബ്ബ് ടീമാണ്. ഇതിൽ ആര് ജയിച്ചു തോറ്റു എന്നുള്ളതല്ല, പാർട്ടിസിപ്പേഷൻ, ദാറ്റ് ഈസ് ദ മെയിൻ തിങ്. സോ വീണ്ടും പുതിയ വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരും. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നവരെ ദിസ് ഇസ് അഞ്ജു സൈനിങ് ഓഫ്.